Assalamu alaikum. My dear children, good morning to all. In the last class, we started a new chapter, The Little Girl and the Umbrella. We had completed 2 topics. Today, we are going to take the third topic, Tears of Rain. Take page number 74. എന്തൊക്കെയുണ്ട് മക്കളെ, സുഖല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. പേജ് നമ്പർ 74. നമ്മൾ ആരുടെ കഥയായിരുന്നു പറഞ്ഞിരുന്നത്? യെസ്, ലില്ലി അല്ലേ, ലില്ലി. ആൻഡ് ഹു ആർ ദ അതർ ക്യാരക്ടേഴ്സ്? യെസ്, ബേബി ആൻഡ് ഗ്രേസി. ഓക്കെ, then we can continue. Lily took shelter in veranda of a small shop on the country road. Her clothes and books were wet. What really upset her was her books getting wet. അപ്പോൾ നല്ല മഴ പെയ്തു, ലില്ലി ഓടുകയാണ് അല്ലേ, ലില്ലി മഴയിലൂടെ ഓടി. ലില്ലി ടുക്ക് ഷെൽട്ടർ ഇൻ ദ വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. അപ്പോൾ നല്ല ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കുടയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കും അല്ലേ, വല്ല കടയുടെ മുന്നിലോ അല്ലെങ്കിൽ വല്ല വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് നമ്മൾ കയറി നിൽക്കും. ലില്ലിയും എന്ത് ചെയ്തു? ലില്ലി ടുക്ക് ഷെൽട്ടർ. ഷെൽട്ടർ മീൻസ് അഭയം. അഭയം തേടിയത് എവിടെയായിരുന്നു? ഇൻ ദ വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഷോപ്പിൻ്റെ വരാന്തയിൽ കയറി നിന്നു. ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെർ വെറ്റ്. അവളുടെ വസ്ത്രങ്ങളും ബുക്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നനഞ്ഞു. വാട്ട് റിയലി അപ്സെറ്റ് ഹെർ വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അവളുടെ ഡ്രസ്സ് നനഞ്ഞതൊന്നും അവളെ സങ്കടപ്പെടുത്തിയില്ല. പക്ഷേ എന്ത് നനഞ്ഞതാണ് അവളെ സങ്കടപ്പെടുത്തിയത്? അവളുടെ ബുക്ക് നനഞ്ഞത് അവളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത. ആ വരാന്തയുടെ ഒരു മൂലയിൽ, കോർണർ മീൻസ് മൂല, കോർണറിൽ നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്യുക? ഷീ സ്റ്റാർട്ടഡ്, തുടങ്ങി. സോബിങ്. സോബിങ് മീൻസ് വിതുമ്പുക, വിതുമ്പിക്കരയാൻ തുടങ്ങി. ഷീ സോ, അവൾ കണ്ടു. ഗ്രേസി പാസിങ് ബൈ വിത്ത് ഹെർ അംബ്രല്ല. അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോൾ ആര് അതിലൂടെ കടന്നു പോകുന്നുണ്ട്? യെസ്, നമ്മുടെ ഗ്രേസി അല്ലേ, ഗ്രേസി അതിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്ത്? യെസ്, വിത്ത് ഹെർ അംബ്രല്ല. അവളുടെ കുടയും ചൂടി ആര് പോകുന്നുണ്ട്? ഗ്രേസി അതിലൂടെ പോകുന്നുണ്ട്. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. അങ്ങനെ ലില്ലിയുടെ ദ റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ, ഫ്ലോവിങ്, ഒഴുകാൻ തുടങ്ങി. ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ, ലില്ലിയുടെ മുടിയിൽ നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴാൻ തുടങ്ങി. ലില്ലീസ് ഹെയർ ബ്ലർഡ് ഹെർ ഐസ്. അത് എന്നിട്ട് ഇതിലൂടെ അവളുടെ കണ്ണിലൂടെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ മുടിയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി 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 കണ്ണിലൂടെ ബ്ലർ. ബ്ലർ മീൻസ് മങ്ങുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവളുടെ ബ്ലർ ഐസ്, കണ്ണിനെ മങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വെള്ളം തട്ടി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. ആസ് ദ മിക്സ്ഡ് വിത്ത് ഹെർ ടിയേഴ്സ്. എന്നിട്ട് ആ മഴവെള്ളവും അവളുടെ കണ്ണുനീരും കൂടി മിക്സായിട്ട് താഴേക്ക് വീണു. ദ ബിറ്റർ കോൾഡ് മെയ്ഡ് ഹെർ ഷിവർ ആൻഡ് ഹെർ ടീത്ത് സ്റ്റാർട്ടഡ് ടു ചാറ്റർ. ദ ബിറ്റർ കോൾഡ്, കോൾഡ് നല്ല തണുപ്പ്, കഠിനമായിട്ടുള്ള തണുപ്പ്. മെയ്ഡ് ഹെർ ഷിവർ, അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷിവർ, വിറക്കാൻ തുടങ്ങി. ആൻഡ് ഹെർ ടീത്ത്, അവളുടെ പല്ലുകൾ സ്റ്റാർട്ടഡ് ടു ചാറ്റർ. പല്ലുകൾ, ചാറ്റർ മീൻസ് കൂട്ടിയെടുക്കുക. നല്ല തണുത്ത് കഴിഞ്ഞാൽ പല്ല് ഇങ്ങനെ ഇടിക്കൂലേ, കിടുകിടുകിടാ വിറക്കുന്ന സമയത്തില്ലേ. അപ്പോൾ അതുപോലെ പല്ലുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ കൂട്ടിയിടിക്കാൻ തുടങ്ങി തണുത്തിട്ട്. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഹെർ ഡ്രസ്, അവളുടെ ഡ്രസ്സ്, വാസ് നൗ ഇപ്പോൾ കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും ഡ്രഞ്ച്ഡ്. ഡ്രഞ്ച്ഡ് മീൻസ് നനയ, വെറ്റ്, നനഞ്ഞ് കുളിക്കുക എന്നുള്ളതാണ് ഡ്രഞ്ച്ഡ്. ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ, മഴയിൽ ഇപ്പോൾ അവളുടെ ഡ്രസ്സ് മുഴുവനായിട്ടും നനഞ്ഞ് കുതിർന്നു. ഷീ പ്ലേസ്ഡ് ഹെർ സ്ലൈറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. ഷീ പ്ലേസ്ഡ് ഹെർ സ്ലൈറ്റ്, അവൾ വെച്ചു. ഹെർ സ്ലൈറ്റ്, അവളുടെ സ്ലൈറ്റും ബുക്സ് ഓൺ ദ ഫ്ലോർ, ആ നിലത്ത് അവളുടെ ബുക്കും സ്ലൈറ്റും വെച്ചു. ഷീ സ്ക്വീസ്ഡ് the edges of her skirt
to wring water from it. She squeezed the edges of her skirt. Squeezed means പിഴിയുക. She squeezed, അവൾ പിഴിഞ്ഞു. The edges of her skirt, അവൾ ഇട്ടിട്ടുള്ള ആ സ്കേർട്ടിൻ്റെ എഡ്ജ് എന്ത് ചെയ്തു, നന്നായിട്ട് പിഴിഞ്ഞു. നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കൂട്ടിപ്പിടിച്ച് പിഴിയൂ അല്ലേ. അപ്പോൾ അതുപോലെ അവളും പിഴിയാൻ തുടങ്ങി. ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കേർട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, റെയിൻ വാട്ടർ ഫ്രം ഇറ്റ്. അപ്പോൾ വെള്ളം അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവൾ ആ ഡ്രസ്സ് പിടിച്ചിട്ട് പിഴിഞ്ഞു. ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്. അങ്ങനെ പിഴിഞ്ഞ സമയത്ത് അതിൻ്റെ സ്കേർട്ടിൻ്റെ എഡ്ജൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്ലിറ്റ്, കീറാൻ തുടങ്ങി. അതെന്തുകൊണ്ടായിരിക്കും? ഒരുപാട് പഴയതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പഴകിയ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നി കീറിപ്പോവും. ഓക്കെ. ദെൻ ഇറ്റ് വാസ് എ വെരി ഓൾഡ് സ്കേർട്ട്. അത് വളരെ പഴകിയ ഒരു സ്കേർട്ടായിരുന്നു. ആൻഡ് ദ ഓൺലി വൺ ഷീ ഹാഡ്. അവൾക്ക് ആ ഒരു സ്കേർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതും തന്നെ ഏറ്റവും പഴകിയ ഒന്നായിരുന്നു. അറ്റ് ഹോം ഷീ ആൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അറ്റ് ഹോം, വീട്ടിൽ ഷീ ആൾവേസ് ഹാഡ് ടു ചേഞ്ച്, അവൾ എപ്പോഴും ചേഞ്ച് ചെയ്യാറ് എന്താണ്, ഇൻ ടു എ ബാത്ത് ടവൽ. അപ്പോൾ മാറ്റിയിടാറ് എന്ന് പറയുന്നത് ബാത്ത് ടവലാണ് അവൾ വീട്ടിൽ അധികവും ആൾവേസ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. അതിൽ വരുന്നത് വി യൂഷ്വലി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ ബട്ട് ലില്ലി കുഡ് നോട്ട് എൻജോയ് ദ റെയിൻ. വൈ? നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വി യൂഷ്വലി, നമ്മൾ പതിവായി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിക്കാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഒരു ചാൻസ് ഉമ്മാൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങാൻ കിട്ടിയാൽ നമ്മളെന്ത് ചെയ്യും, മഴ കൊള്ളും, മഴത്ത് തുള്ളി ചാടി കളിക്കും അല്ലേ, ശരിയല്ലേ? യെസ്. പക്ഷേ നമ്മൾ ഉമ്മമാരതിൻ്റെ ചെയ്യാറില്ല, നമ്മളെ മഴയത്ത് കളിക്കാൻ അനുവദിക്കാറില്ല അല്ലേ. വീട്ടിലുള്ള മുതിർന്നവർ നമ്മൾ മഴയത്ത് കളിക്കുന്നത് അനുവദിക്കാറില്ല. ഓക്കെ. അങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പോൾ ലില്ലിക്ക് എന്താണ്, ഫുള്ള് മഴ നനയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, മഴയത്ത് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ബട്ട് ലില്ലി കുഡ് നോട്ട് എൻജോയ് ദ റെയിൻ. പക്ഷേ അവൾക്ക് ഒരിക്കലും ആ മഴ ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം എന്തായിരിക്കും, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ. എന്തുകൊണ്ടാണ് ലില്ലിക്ക്, നമ്മൾ മഴയത്ത് ഇറങ്ങാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മഴയത്ത് കളിക്കുന്നത്, പക്ഷേ ലില്ലിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് എഴുതുക. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണോ മലയാളത്തിൽ എഴുതാൻ കിട്ടിയത്, ആ എഴുതാൻ കിട്ടിയത് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ അത് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് മാറ്റിത്തരാം. ഓക്കെ. അപ്പോൾ അത്രയും നിങ്ങൾ എഴുതാതിരിക്കരുത്. നിങ്ങൾ മലയാളത്തിലാണ് എഴുതാൻ അറിയുമെങ്കിൽ അത് ടീച്ചർക്ക് അയച്ചു തന്നാൽ ടീച്ചർ അതും ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. എല്ലാതും ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനൊന്നും എഴുതാൻ കിട്ടില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ്, സൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ വിച്ച് സജസ്റ്റ് ദാറ്റ് ലില്ലി ബിലോങ്സ് ടു എ പുവർ ഫാമിലി. ലില്ലി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ വരി, ആ എക്സ്പ്രഷൻ ഏതാണ് എന്നുള്ളത്. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ലൈനാണ്. എന്താണ്? ഇറ്റ് വാസ് എ വെരി ഓൾഡ് സ്കേർട്ട്, ദ ഓൺലി വൺ ഷീ ഹാഡ്. അറ്റ് ഹോം ഷീ ആൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി അല്ലേ. നിങ്ങളെന്താ ആരും ഓർമ്മാക്കാത്തത് ടീച്ചറെ? 4ാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞില്ലല്ലോ. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലില്ലി സോ ഗ്രേസി പാസിംഗ് ബൈ ഹോൾഡിംഗ് ഹെർ അംബ്രല്ല ഓപ്പൺ. ലില്ലി കണ്ടു ഗ്രേസി പാസിംഗ് ഹെർ ബൈ ഹോൾഡിംഗ് ഹെർ അംബ്രല്ല ഓപ്പൺ. അവളുടെ അംബ്രല്ല പിടിച്ചുകൊണ്ട് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് ആര് കണ്ടു? ലില്ലി കണ്ടു അല്ലേ. വാട്ട് മൈ ബി ലില്ലീസ് ഫീലിങ്സ്. എന്തായിരിക്കും അപ്പോൾ ലില്ലിയുടെ ചിന്തകൾ? ലില്ലി അപ്പോൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? വാട്ട് എ കണ്ടീഷൻ ഓഫ് മീ ഇഫ് ഐ ഹാഡ് ആൻ അംബ്രല്ല. എനിക്കൊരു അംബ്രല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ലില്ലി ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ എഴുതുക. അതും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അതിനും നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് മലയാളത്തിൽ ടീച്ചർക്ക് പറഞ്ഞു തന്നാൽ ടീച്ചർ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിത്തരാം. ഓക്കെ. അത് നിങ്ങൾ പേഴ്സണലായിട്ട് ടീച്ചർക്ക് മെസ്സേജ് അയക്കും. ഓക്കെ. ഇനി നമുക്ക് 75ാമത്തെ പേജിലേക്ക് പോവാം. 75ാമത്തെ പേജ് എടുക്കൂ.
ഓക്കെ. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, നഷ്ടപ്പെട്ട കുട്ടിക്കാലം. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, നഷ്ടപ്പെട്ട കുട്ടിക്കാലം. ഓക്കെ. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദിയർ പാരൻസ്. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി, ലില്ലിക്കും അവളുടെ സഹോദരനും, സഹോദരനാരാണ്? യെസ്, ബേബി. ഹാഡ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോത്ത് ദെയർ പാരൻസ്, അവളുടെ പാരൻസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെയർ ഫാദർ ഡൈഡ് 3 years ago ആൻഡ് ദെയർ മദർ അബൌട്ട് എ ഇയർ അഗോ. ദെയർ ഫാദർ, അവരുടെ അച്ഛൻ, ഡൈഡ്, മരിച്ചു. 3 years ago, 3 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചു. ആൻഡ് ദെയർ മദർ, അവരുടെ അമ്മ, അബൌട്ട് എ ഇയർ അഗോ, 1 വർഷം മുമ്പും മരിച്ചു. ദേ നൗ ലിവ്ഡ് വിത്ത് ദെയർ ഓണ്ട്, ഇപ്പോൾ അവർ ജീവിക്കുന്നത് ആരുടെ കൂടെയാണ്? അവരുടെ ആൻറ്റിയുടെ കൂടെയാണ്. ദെയർ മദേഴ്സ് എൽഡർ സിസ്റ്റർ, ഈ ആൻറ്റി ആരാണ്? ദെയർ മദേഴ്സ്, അമ്മയുടെ എൽഡർ, മൂത്ത സഹോദരിയാണ് ആര്? അവരുടെ ആൻറ്റി. ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old വിഡോ. ദ ഫാറ്റ്, ഇനി ആൻറ്റി എങ്ങനെയാണ്? ദ ഫാറ്റ്, നല്ല തടിച്ച്, ഡാർക്ക്, ഇരുണ്ട് ആണ്. പിന്നെയോ വിത്ത് എ ഫ്ലാറ്റ് നോസ്, പരന്ന മൂക്ക്. വാസ് എ 50 year, എത്ര വയസ്സ്? 50 വയസ്സ് അല്ലേ. ആൻഡ് വിഡോ മീൻസ് വിത്തൗട്ട് ഹസ്ബൻഡ്, ഭർത്താവ് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളെയാണ് വിഡോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആൻറ്റി? ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old. ആ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ അതാണ്. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ ഓണ്ട്? എങ്ങനെയാണ് ഓതർ ആൻറ്റിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ. ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old വിഡോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഷീ ഹാഡ് എ സൺ ഇൻ ദ ആർമി ഹു സെൻഡ് ഹെർ 20 rupees every month. ഇനിയോ ഷീ ഹാഡ്, ആ ആൻറ്റിക്ക് എ സൺ, ഒരു മകനുണ്ടായിരുന്നു. ഇൻ ദ ആർമി, അവൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആർമിയിലാണ് അല്ലേ. ഹു സെൻഡ് ഹെർ 20 rupees every month, എന്നും അവൻ എന്ത് ചെയ്യാറ്? എല്ലാ മാസവും അവൻ 20 രൂപ വെച്ചിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. 20 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിരി വരുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ്. ഇന്നത്തെ ഒരു 20,000 ഒക്കെ ഈ 20-ന് തുല്യമാണ്. Then she was known to be a tight-fisted woman. Army who sent her 20 rupees every month. She was known to be a tight-fisted woman. ഇനി she was, അവൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? known to be a tight-fisted woman. Tight-fisted means miser, പിശുക്കി, ക്യാഷ് ചിലവാക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിട്ടാണ്, ഒരു പിശുക്കി എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? അവരുടെ ആൻറ്റി അറിയപ്പെടുന്നത്. ഷീ ഹാഡ് നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ. ഷീ ലിവ്ഡ് ഇൻ എ ഹട്ട് ഓൺ എ പ്ലോട്ട് ഓൺഡ് ബൈ ദ പൂമംഗലം ഫാമിലി ഫോർ ഹൂം ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്. ആൻഡ് ഷീ ലിവ്ഡ് ഇൻ എ ഹട്ട്, അവർ താമസിക്കുന്നത് ഒരു കുടിലിലാണ്. ഹട്ട് മീൻസ് കുടിൽ, ചെറിയ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീട്. ഇൻ എ പ്ലോട്ട്, എവിടെയാണത്? പ്ലോട്ട് സ്ഥലം. ഓൺഡ് ബൈ ദ പൂമംഗലം ഫാമിലി, നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രേസിയുടെ ഫാമിലിയാണ് പൂമംഗലം ഫാമിലി. അപ്പോൾ അവരുടെ സ്ഥലത്ത് ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഹൂം ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്. ഇനി പൂമംഗലം ഫാമിലിയിൽ ഈ ആൻറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ വേലക്കാരിയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദ മണി സെൻഡ് ബൈ ഹെർ സൺ വാസ് ഡിപ്പോസിറ്റ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക്. ഇനി മകൻ അയക്കുന്ന പണം, ദ മണി സെൻഡ് ബൈ ഹെർ സൺ, അവരുടെ മകൻ അയക്കുന്ന ആ പണം വാസ് ഡിപ്പോസിറ്റഡ്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ എ പ്രൈവറ്റ് ബാങ്ക്, ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആര്? ആൻറ്റി. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ദ ബാങ്ക് കൊളാപ്സ്ഡ്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദ ബാങ്ക് കൊളാപ്സ്ഡ്, ആ ബാങ്ക് എന്ത് ചെയ്തു? കൊള്ളയടിച്ചു, കൊളാപ്സ്ഡ്. ദ ലോസ് ഓഫ് മണി വാസ് അൺബിയറബിൾ ടു ഹെർ. അവൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന, ഒന്നിനും ചിലവാക്കാതെ, ഒന്നിനും ഉപയോഗിക്കാതെ വെച്ചിരുന്ന പണം മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതിൻ്റെ സങ്കടം ആർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല? ആ സ്ത്രീക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോവിങ് സൈൻസ് ഓഫ് ഇൻസാനിറ്റി. അവൾ എന്ത് കാണിക്കാൻ തുടങ്ങി? ഇൻസാനിറ്റി മീൻസ് ബുദ്ധിഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത്, മാഡ്, അതിൻ്റെയൊക്കെ അടയാളങ്ങൾ
കാണിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി. ഇനി ആൻറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഷീ ടുക്ക് ഔട്ട് ഓൾ ഹെർ ആങ്കർ ഓൺ ഹെർ നീസ് ലില്ലി. ഇനി ഇവൾക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഷീ ടുക്ക് ഓൾ ഹെർ ആങ്കർ, അവളുടെ എല്ലാ ദേഷ്യവും അവൾ കാണിക്കുന്നത് ആരെടുത്താണ്? ഹെർ നീസ് ലില്ലി, അവളുടെ ഈ പേരക്കുട്ടിയായിട്ടുള്ള ലില്ലിയോടാണ്. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ, അവളൊരു ഡെവിളിനെ പോലെ, രാക്ഷസിയെ പോലെയാണ് ആരോട് പെരുമാറുന്നത്? നമ്മുടെ ലില്ലിയോട് പെരുമാറുന്നത്. ആൻഡ് നെഫ്യൂ മീൻസ് നെഫ്യൂ ആരാണ്? നമ്മുടെ ബേബി. ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബീറ്റ്, അടിക്കാറുണ്ട്. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ, ഷീ ഹേറ്റഡ്, അവൾ വെറുത്തു. ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലാതായി, അവൾ വെറുത്തു. ഷീ ഓർഡേർഡ് ദം, അവരോട് എപ്പോഴും ഓർഡർ ചെയ്തു എന്തിന്? ടു ഡ്രോ വാട്ടർ ഫ്രം കിണറിൽ നിന്ന് വെള്ളം കോരാൻ, അതുപോലെ വാഷ് ക്ലോത്ത്സ്, തുണികൾ അലക്കാൻ, ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്, എല്ലാ പാചകവും ചെയ്യാൻ. ഇതൊക്കെ അവൾ എപ്പോഴും ഇങ്ങനെ മക്കളോട് ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ബേബി വാസ് 11 years ഓൾഡ്, ബേബിയുടെ വയസ്സ് എത്രയാ? യെസ്, നിങ്ങളുടെ വയസ്സാണല്ലേ, 11 years, 11 വയസ്സ്. വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4, പഠിക്കുന്നത് 4ാം ക്ലാസ്സിൽ. ലില്ലി 3 years യങ്ങർ, ലില്ലി അവനേക്കാളും 3 വയസ്സിന് താഴെയാണ്. അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? യെസ്, 8 വയസ്സ് അല്ലേ. വാസ് ഇൻ ക്ലാസ് 2, അവൾ 2ാം ക്ലാസ്സിലും. ദേ വേർ പെർഹാപ്സ് ദ പുവറസ്റ്റ് ചിൽഡ്രൻ ഇൻ ദെയർ സ്കൂൾ, അവരായിരുന്നു അവരുടെ സ്കൂളിലെ ദ പുവറസ്റ്റ്, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ. അവരുടെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളായിരുന്നു ആര്? ലില്ലിയും അതുപോലെ നമ്മുടെ ബേബിയും. ഓക്കെ, ഇനി അതിൽ നമ്മൾ 7th ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. 8th ക്വസ്റ്റ്യനും കൂടെ വായിക്കാം. ഓക്കെ, ഡു യു തിങ്ക് ചിൽഡ്രൻ ഷുഡ് ഡു സച്ച് വർക്ക്സ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കുട്ടികൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. ബിക്കോസ് ദേ ആർ ഡേഞ്ചറസ്, അതെന്താണ്? അപകടം പിടിച്ച പണികളാണ് അല്ലേ. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനത്തെ വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഡു യു തിങ്ക് എന്നുള്ളിടത്ത് നോ, ഐ ഡിഡ്ന്റ് തിങ്ക് ചിൽഡ്രൻ should do such works because these works are very dangerous. ഈ വർക്കുകളൊക്കെ വളരെ ഡേഞ്ചറാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ എടുത്തതിൽ അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് എടുത്ത ഭാഗങ്ങൾ 1-2 തവണയായിട്ട് എന്ത് ചെയ്യുക? വായിച്ച് വോയിസ് റെക്കോർഡ് വിട്ടു തരിക, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.